പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും കണ്ണൻ്റെ 2 മേക്കപ്പ് ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സെറ്റ് ചെയ്തത് കിരീടമായിരുന്നു. കിരീടം സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചാർട്ട് പേപ്പറും അതുപോലെ തന്നെ 2 ഗോൾഡൻ പേപ്പറും ആവശ്യം വന്നു. പിന്നെ കയ്യിലുള്ള കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ട് അതിൽ കുറച്ച് ആർട്ട് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓടക്കുഴലിനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു ഓടക്കുഴൽ കയ്യിലുണ്ടായിരുന്നു. അതിന് കുറച്ച് മോഡിഫിക്കേഷൻ മാത്രമേ വരുത്തിയുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലറ ചില്ലറ കുറച്ച് നുറുക്ക് വിദ്യകളൊക്കെയാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് മുത്തുമാലകളും കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് എല്ലാമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മുത്തുമാലയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം തിളക്കമുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അത്യാവശ്യമില്ല. ഒന്നാമത്തെ നമ്മൾ നല്ല ഗ്രാൻഡായിട്ടൊന്നും ഈ കൊല്ലം നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നില്ലെന്നാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല ഇതൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ യൂസ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സാധാരണ പൗഡറും അതുപോലെ തന്നെ ചെറിയൊരു ഫൗണ്ടേഷനും കയ്യിലുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മുടിയെല്ലാം ഒന്ന് മാറ്റി ഒന്ന് ടൈ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് PACയുടെയും അതുപോലെ തന്നെ MACൻ്റെയും 2 ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ കൂടെ ബ്ലൂ കണ്ണന് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പീകോക്ക് ബ്ലൂ ഐഷാഡോ ആണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഏതെങ്കിലും ഒരു പ്രൈമർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും അത്യാവശ്യമല്ല. നീല കാർവർണ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അത്യാവശ്യമുണ്ട്. അല്ലാതെ നോർമലായിട്ട് മേക്കപ്പിന് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല നമ്മളുടെ ആഘോഷങ്ങൾ ഇപ്രാവശ്യം വീടുകളിൽ തന്നെ ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മാത്രമേ നമുക്ക് ഇപ്രാവശ്യം ഉള്ളുന്താനും വീണ്ടെടുക്കാം വിശ്വശാന്തിയേകാം എന്നുള്ള ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൊറോണയെ അതിജീവിക്കുക എന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും ഏറ്റെടുക്കേണ്ടത്. നമ്മൾ 2 മേക്കപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആ 2 രണ്ടായിട്ടല്ല ഒറ്റ വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് നീലക്കണ്ണൻ്റെ ആണെങ്കിൽ കണ്ണെഴുതുന്നതെല്ലാം കാണിക്കുന്നത് നോർമലായിട്ടുള്ള കണ്ണൻ്റെ മേക്കപ്പിലാണ്. അങ്ങനെ 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പം റെഡി ആക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് ഐക്കോണിക് കാജലാണ്. അത് ഏത് കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഐഷാഡോ യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെ ഐഷാഡോ പാലറ്റിലാണ്. അങ്ങനെ 2-3 ഐഷാഡോസ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ് ലൈനറോ കയ്യിലുണ്ടെങ്കിൽ ആ കളർ വെച്ചിട്ട് തന്നെ ബ്ലഷ്, ഐഷാഡോ, ലിപ്സ്റ്റിക്ക്, പൊട്ട് ഇതെല്ലാം നമുക്ക് റെഡിയാക്കാം. ഇപ്പം നമ്മൾ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ ലിപ് ലൈനർ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പൊട്ട് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊട്ട് വരച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ചന്ദനം വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റോൺ ബിന്ദിയാണ്. ആ ബിന്ദി 2 കണ്ണിൻ്റെ സൈഡിലും നമുക്ക് ഒരു ഡോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് ചുറ്റിലും നമ്മൾ നേരത്തെ എടുത്ത ഐ പെൻസിൽ തന്നെ വെച്ചിട്ട് ചുവന്ന കളറിൽ ഓരോ ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐടെക്സിൻ്റെ സിന്ദൂർ വെച്ചിട്ട് ഈ സിന്ദൂർ ഒരു വെള്ളത്തിൽ ചാലിച്ചിട്ട് കയ്യിലും കാലിലും ഒക്കെ റെഡായിട്ടുള്ള ഡോട്ടുകളും അതുപോലെ തന്നെ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാൽത്തള ഇടയാണ്. കാൽത്തള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചെറിയ ആർട്ട് വർക്കാണ്. നമ്മൾ ചുരിദാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉടയാട് ഉടുപ്പിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീറ്റർ മഞ്ഞ പട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ അരയിലൊന്ന് കെട്ടിക്കൊടുക്കാം. അത് നല്ല സ്ട്രോങ് ആയിട്ട് 2 നോട്ട് ഇട്ടിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു തുമ്പ് വരുന്നതിൻ്റെ അറ്റം എടുത്തിട്ട് കാലിൻ്റെ സൈഡിലൂടെ എടുത്ത് നമുക്ക് പുറകിൽ കുത്തി ഒന്ന്
നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ നമ്മൾ അകത്തൂടെ എടുത്തിട്ട് പുറകിൽ കുത്തി കൊടുക്കാം. ഈ പുറകിൽ കുത്തുന്ന ഈ രണ്ടാമത്തെ ഭാഗം വേണമെങ്കിൽ പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് കുത്താം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് ഞൊറിവ് വീണിട്ടാണ് കിട്ടുന്നുണ്ടാകുന്നത്. അതുകൊണ്ട് പ്ലീറ്റ്സ് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ മറ്റൊരു തുണിയും കൂടി എടുക്കുന്നുണ്ട്. അത് ഒരു സ്ക്വയർ പീസാണ്. 1 മീറ്ററോളം വലിപ്പമുണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ മടക്കിയിട്ട് അതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ മൂല അടിയിൽ വരുന്ന രീതിയിൽ അതിനെ നടുകെ എടുത്തിട്ട് നമ്മൾ നേരത്തെ കെട്ടിയ അതേ തുണിയുടെ സെൻറ്ററിൽ വെച്ചിട്ട് കെട്ടുകയാണ്. അത് ഈ പറഞ്ഞ പോലെ 2 നോട്ട് ഇട്ടിട്ട് വേണം കെട്ടാൻ. നമ്മുടെ മേക്കപ്പിലാണെങ്കിൽ ആകെ ഫൗണ്ടേഷൻ്റെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ 2 മേക്കപ്പുകളും സെയിം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇനി നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുകളിലേക്ക് വകുപ്പ് എടുക്കാതാണ് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാതെ ലൂസ് ഹെയർ ആയിട്ട് ഇടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ക്രൗൺ വെക്കുന്നതുകൊണ്ട്. ഇപ്പം ഞാൻ ഇന്ന് വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേളിൻ്റെ മാല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുടിയിൽ കെട്ടിക്കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. ഇപ്പം നമ്മുടെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2 വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. മുടി കെട്ടുന്നതിലെല്ലാം നോർമൽ കൃഷ്ണൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലിലെ തളയും കയ്യിലെ വളയെല്ലാം സ്റ്റോൺ സ്ട്രിപ്പ് വെച്ചിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തോളിലിടുന്ന ഈ തുണിയാണെങ്കിൽ അതും നമ്മളുടെ ചുരിദാറിലെല്ലാം അറ്റത്തെല്ലാം പിടിപ്പിക്കുന്ന ഒരു ലേസാണ്. അപ്പം നമ്മൾ മുടിയിൽ അതുപോലെ തന്നെ പേളിൻ്റെ മാല ചുറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കൈവിരതനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ.